സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടിൽ ഫ്രീഡം സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രാബിഡ് ഡീൽസ് ഞാൻ ഓൾറെഡി റീൽസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 3 മിനിറ്റിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, ഒരു 15,000 to 18,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബഡ്ജറ്റ് ഫോൺ പോലും ഇപ്പം 2026 കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് കണ്ടാൽ മതി. അതിൻ്റെ താഴോട്ടുള്ള ഫോൺസ് ഒന്നും ഇപ്പോൾ ഓഫറിന് പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബഡ്ജറ്റിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ഉള്ള ഫോണൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 19K ബഡ്ജറ്റിൽ നിന്നാണ്. അപ്പോൾ iQZ11 Lite ഈ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അടിപൊളിയാണ്. അതേപോലെ തന്നെ സ്പെക്ക് വരുന്നത് 4GB RAM 128GB ROM സ്റ്റോറേജ് വരുന്നത്, 6500 mAh ബാറ്ററി വരുന്നുണ്ട്, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Dimensity 6300 ചിപ്സെറ്റ് ആണ്, 579K+ AnTuTu സ്കോർ ഉണ്ട്, ഒറിജിനോയ് 6.0 വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 16 വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി മെയിനായിട്ട് 5G തന്നെയാണ് വരുന്നത്. 2026 ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയതാണ്. ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്. കുറെ ഇതിന്റെ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഫോൺ തന്നെയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ കോമ്പാറ്റബിൾ ആണ്. ഫോട്ടോസ് ആണെങ്കിലും കുഴപ്പമില്ല, ക്യാമറ പെർഫോമൻസ് ഒക്കെയാണ്. നമുക്ക് ബാറ്ററി ലൈഫൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇവിടെ ഈ ചിഹ്നവും പിന്നെ ഈ ചെറിയൊരു ഡ്രോപ്പ് നോച്ചൊക്കെ വരുന്നുണ്ട്. അതൊഴിച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ബഡ്ജറ്റ് എൻട്രി ലെവലിലുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് റിയൽമിൻ്റെ നാർസോ ആണ്. റിയൽമി നാർസോ അതേപോലെ തന്നെ 5G ഫോണാണ്. 6GB RAM 128GB വേരിയന്റ് ആണ് ബേസിൽ വരുന്നത്. അതെനിക്ക് അടിപൊളിയായിട്ട് മതി. പിന്നെ ഇവിടെ അതേപോലെ നമുക്ക് പഞ്ച് ഹോളാണ് വരുന്നുണ്ട് ക്യാമറ. അതേപോലെ ചിഹ്നൊക്കെ ഭയങ്കര കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ബ്ലോട്ട് വേഴ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ ഐക്യൂൻ്റെ കേസാണ് കുറവാണ് ഇതിനെ സംബന്ധിച്ച്. ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഡിസൈനും പിന്നെ ബാറ്ററി ആണെങ്കിൽ അവിടെ 6500 ആണ്. 7000 mAh ബാറ്ററി വരുന്നുണ്ട്. അവിടെ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഇവിടെ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോണീൻ്റെ 50 MP ക്യാമറ ബാക്കിൽ വരുന്നുണ്ട്. MediaTek Dimensity 900 ആണ് വരുന്നത് ചിപ്സെറ്റ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 15 ആണ് ഇവിടെ വരുന്നത്. അവിടെ നമുക്ക് 16 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഒക്കെ ഒരു 2 to 3 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ മേജർ അപ്ഡേറ്റ്സും ബാക്കിയുള്ളത് സെക്യൂരിറ്റി പാച്ചസ് ആയിരിക്കും കിട്ടുക. അവിടെ അതേപോലെ തന്നെ നമുക്ക് 5G സപ്പോർട്ട് വരുന്നുണ്ട്. അതൊക്കെ ബേസിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 19,000 പ്രൈസ് റേഞ്ചിൽ അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിന്റെ ചോയ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് പുറത്തിറക്കിയ ഒരു ഡിസൈനും അതേപോലെ തന്നെ ഈ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലസ് ആണ്. അവിടെ അതേപോലെ Android 16+ ആണ്. OnePlus NCX ഇവിടെയും 4GB+ 128GB ആണ്. 7000 mAh ബാറ്ററി ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഓക്സിജൻ വോയിസ് ആണ്. ഓക്സിജൻ വോയിസ് പണ്ടൊക്കെ ഭയങ്കര യൂണിക് ആയിരുന്നു. ഇപ്പം കുറെ ബ്ലോട്ട് വോയിസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെറും കളർ വോയിസിന്റെ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കണക്ടിവിറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 5G ആണ് കണക്ടിവിറ്റി. ബാക്ക് ക്യാം വരുമ്പോൾ 13 MP മെയിൻ ക്യാമറയാണ്. അവിടെ നമുക്ക് 50 MP ലൈക്ക് ക്യാമറ ആയിരുന്നു മെയിൻ. ഇവിടെ 5G ആണ് കണക്ടിവിറ്റി. എല്ലാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള എല്ലാം ഒന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. പിന്നെ ചിഹ്നം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ 3 ഫോൺ എടുത്താലും നിങ്ങൾക്ക് ഡിസ്പ്ലേന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു മുമ്പോട്ട് നിൽക്കുന്നത് റിയൽമി നാർസോ ആണ്. അതേപോലെ ക്യാമറേന്റെ കാര്യമായാലും ഇതും കമ്പയർ ചെയ്യുമ്പോൾ റിയൽമി നാർസോ ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ബ്രാൻഡിങ്ങിന്റെ ഒരു പ്ലേസ്മെന്റ് ആണ്. OnePlus iQ എന്ന് പറയുന്നത് റിയൽമിയെക്കാട്ടും പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് 16 കിട്ടും. 2026 ഇറങ്ങിയ ഫോണാണ് iQZ11 Lite. അപ്പോൾ ആ ഒരു ലൈക്ക് അപ്ഡേറ്റിന്റെ കാര്യത്തിൽ ഒന്ന് മുമ്പിൽ നിൽക്കും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുന്നവർക്ക് iQZ11 Lite എടുക്കാം. അല്ലാതെ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ കൺസേൺ ആയിട്ടുള്ളവർക്ക്
റിയൽമി നാർസോ എടുക്കുക, അതിൽ കുറച്ച് സ്റ്റോറേജിന്റെ പ്ലസും ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ബ്രാൻഡിങ് വൺ പ്ലസിന്റെ ബ്രാൻഡും അങ്ങനത്തെ ഓക്സിജനേഴ്സും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വൺ പ്ലസിന്റെ ഈ NCX എന്നുള്ള ഈ ഒരു വേരിയന്റ് എടുക്കാം. പിന്നെ ഒന്നുകൂടെ ഒരു പ്രൈസ് കൂടി ഒരു മിഡ് ലെവൽ പ്രൈസ് റേഞ്ചിൽ ഒരു എൻട്രി ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ നോക്കുന്നവർക്ക് സാംസങ്ങിന്റെ A സീരീസിലുള്ള A56 നോക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ സാംസങ് ബ്രാൻഡ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 8GB റാമും 128GB റോമും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 5G നോയ്സ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. 1 UI ആണ് വരുന്നത്. പക്ഷേ ചിപ്സെറ്റില് എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണ്. അപ്പൊ ഇത് ഒരു ചെറിയൊരു കോംപ്രമൈസ് ആണ്. നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ ഒക്കെയാണ് ഒന്നും കൂടെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാറ്ററി ലൈഫ് ആണെങ്കിൽ നമുക്കൊരു 29 hours ആണ് അവർ പറയുന്നത്. ബാറ്ററി 5000 mAh ആണ് ബാറ്ററി വരുന്നത്. സാംസങ് അങ്ങനെയുള്ള ബ്രാൻഡ്സ് ഒക്കെ അധികം 5000 ആണ് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 31,999 ആണ് പ്രൈസ് വരുന്നത്. ഇതില് നമുക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് പ്രൈസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. റോഫസിനായിട്ടുള്ളവർ ഇതിനോട് ചോദിക്കുന്ന സമയത്ത് ഇതേ ഇപ്പൊ പോകുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് ഉള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പിൽ ഞാൻ എപ്പോഴും സാംസങ്ങിന്റെ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഐഫോൺ ഇപ്പോൾ ഓഫർ ഇവിടെ ഞാൻ കാണുന്നില്ല. പ്രോയ്ക്കൊക്കെ അധികം പറഞ്ഞ് തരാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓഫറൊന്നും കണ്ടില്ല. ഇപ്പോൾ സാംസങ് S25 ലോഞ്ച് ചെയ്ത പ്രൈസ് 1,20,000 ആ ഒരു റേഞ്ചിലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് 94,000 വരുന്നുണ്ട്. പക്ഷെ ഇത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് അല്ല. ഈ ഒരു സെയിൽ തുടങ്ങുന്നതിന് മുന്നേ 85,000 പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ്. 12GB പ്ലസ് 256 വേരിയന്റ് ആണ് ബേസ് ആക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite ഏറ്റവും ടോപ്പ് ചിപ്സെറ്റിന്റെ തൊട്ട് താഴെ വരുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് കിട്ടും. ഗെയിമിങ്ങും ഫോട്ടോഗ്രാഫിയും എല്ലാത്തിനും അടിപൊളിയാണ്. S25 അൾട്രയെ പറ്റി ഞാൻ കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്റെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് ജെമിനിന്റെ മോഡൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിക്രസുകളും ഇതിൽ നമുക്ക് AI ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് മെഗാ പിക്സലിന്റെ കണക്കൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. 100x ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരാണ്. അതേപോലെ തന്നെ ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ആയാലും എല്ലാം. പിന്നെ ബാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ 5000 മെഗാ ബാറ്ററി തന്നെയാണ് ഇവരെ ഫ്ലാഗ്ഷിപ്പ് ഫോണിലായാലും മിഡ് റേഞ്ച് ആയാലും അതിന്റെ താഴെയുള്ള എല്ലാത്തിലും ഒരു 5000 mAh ബാറ്ററിയാണ് കൊടുക്കുന്നത്. ഡിസ്പ്ലേന്റെ കാര്യം പറയുന്നത് 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പത്രയ്ക്കാണ് ഇതിൻ്റെത്. അപ്പൊ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ നിങ്ങളൊരു നല്ലൊരു ഹെഡ്ഫോൺ ഓവർ ദ ഹെഡ് നല്ലൊരു ഹെഡ്ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ സോണിന്റെ XM6 എൻ്റെ ഒരു ചോയ്സ് ആണ്. XM5 ഒക്കെ ഉണ്ട് 25,000. പക്ഷെ ഇതിപ്പം ഈ ഒരു സെയിൽ സീസണിൽ കുറച്ച് നല്ലൊരു പ്രൈസ് ഓഫിന് വന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അടിപൊളിയാണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 12 മൈക്രോഫോൺസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ മാസ്റ്റർ എഞ്ചിനീയർ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. XM5 കുറച്ചുകൂടെ മുമ്പിലേ നിൽക്കണം. പിന്നെ അതേപോലെ മടക്കി ചുരുട്ടിയേക്കാം. XM5 ഇത്ര മടക്കാൻ പറ്റില്ല. അങ്ങനെ 1-2 ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. നോയിസ് ക്യാൻസലേഷൻ അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതേപോലെ നമ്മളെ സൗണ്ട് ഒരാൾ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ചെയ്തിട്ട് വോയിസ് സപ്രസ് ആകും, പുറത്തുള്ള വോയിസ് കേൾക്കാൻ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓവർ ദ ഹെഡ് നല്ലൊരു ഇയർഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XM5 ഒരു ഗുഡ് ഓപ്ഷനാണ്. ആപ്പിൾ വാച്ച് നിങ്ങളൊരു ആപ്പിൾ വാച്ച് ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൾ എക്കോസിസ്റ്റത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 31,500 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ആപ്പിളിന്റെ SC3 GPS പ്ലസ് സെല്ലുലാർ വരുന്ന 45mm ഡയൽ വരുന്ന ആ ഒരു വാച്ച് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇത്രയും പൈസ ഒരു വാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു സ്മാർട്ട് വാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഡീലാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കാസിയോന്റെ ഒക്കെ വാച്ചസ് അടിപൊളി വാച്ചസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലക്സി വാച്ചും കിട്ടും കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിന്. പിന്നെ സോണീന്റെ ഈ ഒരു സൗണ്ട് ബാർക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. 14,989 പ്രൈസ് റേഞ്ചിൽ സോണീന്റെ ഈ ഒരു സൗണ്ട് ബാർ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 5.1
ഡോൾബി ഡിജിറ്റൽ സൗണ്ട് ബാർ ആണ്. പിന്നെ ഹോം തിയേറ്ററിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. 400 വോട്ടിന്റെ ബ്ലൂടൂത്ത് ആൻഡ് USB കണക്ടിവിറ്റി ഉണ്ട്. HDMI ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി ഉണ്ട്. ഇത് അടിപൊളിയാണ്. ഇപ്പൊ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. OnePlusന്റെ ഈ TWS നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് 5000 റേഞ്ചിൽ ഇറങ്ങിയാണ്, ഇപ്പോൾ 4000ലാണ് നിൽക്കുന്നത്. ഇത് നല്ലൊരു ഡീലാണ്. നിങ്ങൾക്ക് TWS അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു TWS നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല ഡീലാണ്. പിന്നെ ലാപ്ടോപ്പ് നോക്കുന്നവർക്ക് വിൻഡോസിന്റെ ലാപ്പിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ല ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ലെനോവോന്റെ ഈ ഐഡിയ പാഡ് അത്യാവശ്യം നല്ലതാണ്. ലെനോവോ ഐഡിയ പാഡ് സ്ലിം 3 ഇന്റൽ കോർ അൾട്രാ 5 ആണ്. 16GB റാമും 512GB SSD ആണ് വരുന്നത്. SSD ആണ് സോളിഡ് സ്റ്റേറ്റ് 5 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ പ്രോസസ് ചെയ്തെടുത്തോളൂ. സാംസങ് ഗാലക്സി വാച്ച് 8 ഉണ്ട്. നിങ്ങൾക്ക് സാംസങ്ങിന്റെ എക്കോസിസ്റ്റത്തിലാണ് നിങ്ങൾ വെച്ചാൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് എടുക്കാം. സാംസങ് ഗാലക്സി വാച്ച് 8 ഇത് നല്ലൊരു ഡീലാണ്. 24,899 ആണ് പ്രൈസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീൽ തന്നെയാണിത്. പിന്നെ നിങ്ങൾ ഭയങ്കര ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ OnePlusന്റെ ഈ ഒരു TWS മീൻസ് OnePlus Nord Buds 3R നല്ലൊരു ഓപ്ഷനാണ്. ഇത് 2000 പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം 799 800 ആ റേഞ്ച് വരുന്നുണ്ട്. 200 റുപ്പീസിന്റെ ചേഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബേസ് ലെവൽ സാധനമാണ്. ഇപ്പൊ നിങ്ങൾ ഒരു എൻട്രി ലെവലിൽ ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ സാംസങ്ങിന്റെ ഈ ഒരു ടാബ് നിങ്ങൾ സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് മേടിക്കാൻ പറ്റിയതിന് കുഴപ്പമില്ലാത്തൊരു ടാബാണ്. 6GB റാമാണ്, 128GB സ്റ്റോറേജ് ആണ്. എന്റെ എല്ലാ കിടതാപ്പുകളും ഇതിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസസ്സർ മീഡിയ ടെക് പ്രൊസസ്സറാണ് വരുന്നത്. കണക്ടിവിറ്റി നിങ്ങൾക്ക് ബ്ലൂടൂത്തും വൈഫൈ ആണ്. സിം ഇടാൻ പറ്റില്ല. USB 2.0 ആണ് വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് 11 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റ് 90 Hz ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് സ്റ്റഡി പർപ്പസിനൊക്കെ മേടിക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ HPന്റെ വിക്ടസ് നേരത്തെ പറഞ്ഞ ഗെയിമിംഗ് ലാപ്പിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സാധനമാണ്. മാക്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ വിൻഡോസ് യൂസർ ആണ്, നിങ്ങൾക്ക് വിൻഡോസ് ആണ് ഓക്കെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. 6GB റാമും 512GB SSD ആണ് വരുന്നത്. പിന്നെ 300 നിറ്റ്സിന്റെ ഡിസ്പ്ലേ ആണ്. 144 റേറ്റിന്റെ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഗെയിമിംഗ് ലാപ്പാണ്. ഹൈ എൻഡ് പെർഫോമൻസ് ആയിരിക്കും. ബേസിക് ലെവലല്ല. നേരത്തെ കാണിച്ച ഐഡിയ പാഡ് മീഡിയം റേഞ്ച് ആണ്. ഇത് കുറച്ച് ഹൈ ലെവലാണ്. അപ്പൊ നിങ്ങൾ വിക്ടസ് ഓക്കെ ആണ്. പിന്നെ ഇത് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ മറ്റേ ഫാനിന്റെ ഒച്ചയൊക്കെ കേൾക്കും കേട്ടോ. ഒരു 4-5 വർഷമൊക്കെ എടുക്കുമ്പോഴത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ അടിപൊളി നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ Ryzen 7 ആണ് വന്നിട്ടുള്ളത്. Ryzen 7 ഇന്റൽ 5 പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ചിപ്പ് സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അടിപൊളി നല്ലൊരു ഓഫർ ആയതുകൊണ്ട് എടുത്തിട്ടതാണ്. ഈ ഒരു ടേബിൾ സ്റ്റാൻഡിങ് ടേബിൾ വർക്ക് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അടിപൊളിയായിട്ട് 50,000 റേഞ്ചിൽ ഇറങ്ങിയത് ഇപ്പോൾ 18,000 വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ഹൈഡ്രോളിക് കൺട്രോളിങ് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കപ്പ് ഹോൾഡർ അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു മോണിറ്റർ ഇതും ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 4K ആണ് മോണിറ്റർ. ഒരു 30,500 റേഞ്ചിൽ ഇത് ഒരു ഡീസൻറ്റ് ഡീലായിട്ട് തോന്നി. HDMIന്റെ പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ C ടൈപ്പ് കണക്ടറും കൂടെ ഇതിൽ വരുന്നുണ്ട്. കണക്ടിവിറ്റി ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കുന്നത് തന്നെയാണ് ഞാൻ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സ്ലിമ്മാണ്. ഭയങ്കര സ്ലിമ്മല്ല, സ്റ്റിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ എടുക്കുന്നുള്ളൂ. കണക്ടിവിറ്റി ഇതുങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഒരു USB-C ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. USB-A ടൈപ്പ്, HDMI കേബിൾ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. പിന്നെ അതേപോലെ ഈ ഒരു ചെയർ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട് സെയിം പ്രൈസ് റേഞ്ചിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ അതേ മോട്ടോറോളേൻ്റെ മോട്ടോബുക്ക്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കി വെച്ചതാണ് മോട്ടോബുക്ക്. ഇത് മോട്ടോറോളേൻ്റെ ഈ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ മോട്ടോറോളേൻ്റെ ഈ ഒരു ഡിവൈസൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അത് അടിപൊളിയായിട്ട് തോന്നും. പിന്നെ സർവീസ് ഒന്നും ഭയങ്കര അടിപൊളിയെന്ന് ഞാൻ എപ്പോഴും എടുത്ത് പറയാറില്ല. മോട്ടോറിൻ്റെ ഓൺലൈനിൽ മാത്രം കിട്ടുന്ന ബ്രാൻഡാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് റേഞ്ചിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു
ഒരു i5 പ്രൊസറാണ് വരുന്നത്, 14th ജനറേഷനാണ്. പിന്നെ അതുപോലെ 16 GB റാമും 512 SSD വരുന്നത്, വിൻഡോസ് 11 ആണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മോട്ടറോളേൻ്റെ എഡ്ജ് 70 ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് റേഞ്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 28,000 അല്ലെങ്കിൽ 29,000 നിങ്ങൾക്ക് 128 GB റോമും 8 GB റാമും വരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പിന്നെ നീറ്റ് ആയിട്ടുള്ള ഒരു UI-യും പിന്നെ അതുപോലെ അധികം ബ്ലോക്ക് വേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബാറ്ററിയാണ് 7000 mAh ബാറ്ററി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലത്തെ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 32 മെഗാ ഫ്രണ്ട് ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ, സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ഓൾറൗണ്ടർ ഫോണാണ്. നിങ്ങൾക്ക് മോട്ടറോളേൻ്റെ ഈ ഒരു UI ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. പിന്നെ അവരുടെ സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതില്ല, അത് ഡോൾബി അറ്റ്മോസിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നുള്ളത്. പിന്നെ കളേഴ്സ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, ഭയങ്കര അത്യാവശ്യം തിന്നസ്റ്റ് ആയിട്ടുള്ള ബെസൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിവോ XT100 വിവോ സീരീസ് ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീലാണ്. ബട്ട് സ്റ്റിൽ ഇത് ബഡ്ജറ്റ് ഫോണല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാൻ പറ്റും, ആ ഒരു ലെവൽ ഫോണാണ്. ഇതിൻ്റെ X300 ആണ് ഏറ്റവും ടോപ്പ്, അതിൻ്റെ തൊട്ട് താഴെയാണ് X200T ആണ് ഈ ഫോണ്. 70,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ക്യാമറ പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിൻ യൂസ് ആയിട്ടുള്ള ഒരു കൊളാബിലാണ് ഇത് വരുന്നത്. 512 + 12 GB വേരിയൻ്റ് ആണിത്. 59,000 വരുമ്പോൾ 256 + 12 GB വേരിയൻ്റ് വരുന്നുണ്ട്. ഇത് പെർഫോമൻസിൻ്റെ കാര്യം അടിപൊളിയാണ്. ഡിമെൻസിറ്റിൻ്റെ 9400+ ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6200 mAh ബാറ്ററിയാണ്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവോൻ്റെ ക്യാമറയും അതിൻ്റെ ഔട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് LGൻ്റെ ഈ ഒരു ലൈക്ക് TV ആണ്. LGൻ്റെ TV ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 55 ഇഞ്ചിൻ്റെ ഈ ഒരു TV 42,990 റുപ്പീസിന് വേർത്തായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് TV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു നല്ല ഓപ്ഷനാണ് വീട്ടിലേക്ക്. പിന്നെ ഇത് ഞാൻ മുന്നേ നോക്കി വെച്ചതാണ്, ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര ഡീലായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എടുത്ത് പറയുന്നത് ബട്ട് സ്റ്റിൽ ഇത് i5 ആണ്, 14th Gen ആണ്. പിന്നെ പ്രൈസ് റേഞ്ച് ഓക്കെയാണ്, പക്ഷെ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം അടിപൊളി എനിക്ക് കറക്റ്റ് പേഴ്സണലി അറിയില്ല. സ്റ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ആയിട്ട് തോന്നി ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത്. പിന്നെ പവർ ബാങ്ക് നോക്കുന്നവർക്ക് വയർലെസ് ആയിട്ട് ചാർജിങ് ഒക്കെ ആവശ്യമുള്ളവർക്ക് 1799 ഇതൊരു നല്ല ഡീലാണ്. ആംബ്രൈൻ്റെ ഈ ഒരു പവർ ബാങ്ക് 10,000 mAh ബാക്കപ്പ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിലും എവിടെയും ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഇതിൽ ഇതേപോലെ ഈ ഒരു സ്റ്റാൻഡും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ടാണ്. നിങ്ങൾക്ക് എയർപോഡ് ആയാലും ഫോണായാലും അതേപോലെ തന്നെ വാച്ച് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വയേർഡ് ആയിട്ടുള്ള നോക്കുന്ന അതേപോലെ തന്നെ ആംബ്രൈൻ്റെ ഒരെണ്ണത് അത്ര ഹാൻഡി ആണ്, ബട്ട് സ്റ്റിൽ പ്രൈസ് റേഞ്ച് 1000 ബിലോ ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ ഈ ഒരു ബഡ്ജറ്റ് ഫോണാണ്. ബഡ്ജറ്റ് എന്ന് പറയില്ല, എൻട്രി ലെവൽ ഫ്ലാഗ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞങ്ങൾക്ക് A സീരീസ് ആണ്, 36 5G ആണ്, 256 ആണ് റോം, 12 GB റാമാണ് വരുന്നത്. നിങ്ങൾക്കിത് സാംസങ് ഓക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ മോട്ടോൻ്റെ എഡ്ജ് 60 ഫ്യൂഷൻ, ആപ്പിൾ 15 ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത്തരത്തിൽ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പ്രൈസ് ഹിസ്റ്ററി വെച്ചിട്ട്. എന്നിട്ട് അതൊരു ഡീലാണോ, വേർത്താണോ, അല്ലെങ്കിൽ ഇത് പറ്റിപ്പാണോ, ശരിക്കും ഒരു ഹൈ പ്രൈസ് കാണിച്ച് ലോ ആയിട്ട് കാണിക്കുന്നതാണോ എന്നൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് യൂസ് ഉണ്ടോയെന്നും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. അതല്ലാതെ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പെട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടിയിട്ടുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദെൻ ടേക്ക് എ ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക്.